ഉലുവ കൊണ്ട് രുചികരമായൊരു പാലുണ്ടാക്കി നോക്കിയാലോ? വെറും 2 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ശരീരത്തിന് ഒത്തിരി ഉന്മേഷം നൽകുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഉലുവ വേണം. ഉലുവ ഞാനൊരു 4 സ്പൂൺ അളവിലാണ് ഉലുവ എടുത്തേക്കുന്നത്. ഉലുവ ആരോഗ്യത്തിന് എത്ര നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ കയ്പ്പ് പേടിച്ച് പലരും അത് ഉപയോഗിക്കാറില്ല. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഷുഗർ, കൊളസ്ട്രോൾ, സന്ധിവേദന എന്നിവയ്ക്കെല്ലാം ഒത്തിരി ഗുണം ചെയ്യുന്നതും അതുപോലെ തന്നെ ഒട്ടും കയ്പില്ലാത്ത രീതിയിലുമാണ് നമ്മൾ ഈ ഉലുവാപ്പാൽ തയ്യാറാക്കുന്നത്. ഇത് കുട്ടികൾക്ക് പോലും ഒത്തിരി ഇഷ്ടമാകുകയാണ്. ഈ ഉലുവ ഒന്ന് കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകിയിട്ട് നമ്മൾ ഈ ഉലുവ ഒന്ന് കുതിരാനായിട്ട് ഒന്നിടണം. ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ടേക്കണം. അങ്ങനെ ഞാൻ ഇട്ട ഉലുവ നല്ല രീതിയിൽ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു നല്ല രീതിയിൽ കഴുകി നമ്മൾ ആ ഉലുവ കുതിർന്ന് വന്ന ആ വെള്ളം ഉൾപ്പെടെ വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് നല്ല തേങ്ങാപ്പാലാണ് വേണ്ടത്. തേങ്ങാപ്പാൽ എത്രയും കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഉലുവാപ്പാലിന്. പിന്നെ വേണ്ടത് ശർക്കരയാണ് വേണ്ടത്. ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പട്ടിയോ ആയിരിക്കും നല്ലത്. ശർക്കരയെക്കാട്ടി നല്ലത് കരിപ്പട്ടി തന്നെ ആയിരിക്കും ഈ ഉലുവാപ്പാലിന് നല്ലത്. എൻ്റെ കയ്യിൽ കരിപ്പട്ടി ഇല്ലാത്തതുകൊണ്ട് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ശർക്കരയും നല്ലതാണ്. എന്നിട്ട് ഈ ഉലുവ നമുക്ക് ഇനി ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. നമ്മൾ ആ കുതിർന്ന് വന്ന ആ വെള്ളം ഉൾപ്പെടെയാണ്. പിന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ വേവിക്കാനായിട്ട് വച്ചേക്കുന്നത്. പിന്നെ നമ്മൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വരുന്ന രീതിയിൽ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ തോനെ ഒഴിച്ചു കൊടുത്താൽ നമ്മളിത് കുക്കറിലാണ് വെക്കുന്നത്. വിസിൽ വരുന്ന സമയത്ത് അത് തിളച്ചു പോകും. അന്നേരം അങ്ങനെ വരാതെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ആ ഉലുവ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാവേ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണക്കിൽ നമുക്ക് ശർക്കര എടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ വേണം വെള്ളം ഒഴിച്ചാണ് ഇതൊന്ന് ഉരുക്കാനായിട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഉലുവ നമ്മൾ തോനെ എടുക്കരുത്. തോനെ എടുത്ത് കഴിഞ്ഞാൽ അത് വെന്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കുറേ കാണും. പക്ഷേ ഉലുവപ്പാലിന് ഒരു 3 സ്പൂണോ 4 സ്പൂണൊക്കെ ഉലുവ ചേർത്താൽ മതിയാകും. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കിതൊന്ന് ആ കട്ട മാറ്റി എടുക്കണം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താൽ കട്ടയില്ലാത്ത രീതിയിൽ എടുക്കാം. ഇനി നമുക്ക് മധുരത്തിനായിട്ട് നമ്മളിതിലേക്ക് ശർക്കര നമ്മൾ അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഉലുവാപ്പാലാവുമ്പോൾ കട്ടി വേണ്ട, കുറച്ച് കട്ടി കുറച്ച് തന്നെ നമ്മൾ എടുക്കണം. അതിനായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ എത്രയും ചേർത്ത് കൊടുക്കുന്നത് അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഈ ഉലുവാപ്പാലിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് തരുന്നത് തേങ്ങാപ്പാലിലാണ്. ഒട്ടും കയ്പ്പ് കാണത്തില്ല. പിന്നെ ആ ഒരു ഉലുവയുടെ ഒരു കുത്ത് കാണും, എങ്കിലും കയ്പ്പില്ല. നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ ഞാനിതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഉലുവാപ്പാൽ കിട്ടേണ്ടത്. കട്ടിയാടരുത്. ഈ ഉലുവാപ്പാൽ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഉലുവ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനൊക്കെ ഉലുവ നല്ലതാണ്. അതുപോലെ തന്നെ ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം എന്നിവ ഒഴിവാക്കാൻ ഈ ഉലുവ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനൊക്കെ ഉലുവാപ്പാൽ നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല ഒന്നാണ് ഈ ഉലുവാപ്പാൽ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ് ഈ ഉലുവാപ്പാൽ. അത് നമ്മളെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. മുടി കൊഴിച്ചിൽ തടയാനും തലയോട്ടിയിലെ താരൻ അകറ്റാനും മുടി തിളക്കമുള്ളതും ആരോഗ്യത്തോടെ വളരാനും എല്ലാം ഈ ഉലുവ സഹായിക്കുന്നുണ്ട്. ഉലുവ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ ആ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ അമിത കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇത് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും മുഖത്തിന് നല്ല തിളക്കം നൽകാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും ഒരു ഹെൽത്തി ഡ്രിങ്ക് മാത്രമല്ല, ഇതൊരു ബ്യൂട്ടി ഡ്രിങ്ക് കൂടിയാണ്.
വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്ത വീഡിയോയിൽ കാണാം.